ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷ 2025 10th ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെ. ഈ വർഷം 10th ലെവൽ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതിന്റെ സിലബസ് വന്നിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനകത്ത് പ്രിലിംസ് ഉണ്ടോ, മെയിൻസ് ഡയറക്റ്റ് മെയിൻസ് ആണോ, അതുപോലെ ആണുങ്ങൾക്ക് മാത്രമാണോ, സെയിൽസ്മാൻ അല്ലേ, അപ്പൊ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം വരുന്നുണ്ട് ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി പറയട്ടെ, അസിസ്റ്റന്റ് സെയിൽസ് മാൻ എന്നുള്ള പേര് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാ ജെൻഡറിനും അപ്ലൈ ചെയ്യാവുന്ന ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. പ്രിലിംസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രിലിംസ് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇപ്പോഴത്തെ നമ്മുടെ കലണ്ടർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം മുതൽ 2025 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി മെയിൻസ് ആണ്, പ്രിലിംസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA 10th ലെവൽ എക്സാം ആയിരുന്നു, അതിന് പ്രിലിംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മെയിൻസ് നടക്കുന്നത് അല്ലെ. അതിനു മുമ്പത്തെ 2024 നടന്ന LDC പരീക്ഷയ്ക്കോ പ്രിലിംസ് ഇല്ല, ഡയറക്ട്ലി മെയിൻസ് ആയിരുന്നു. അതുപോലെയാണ് ഇതും. ഈ പരീക്ഷയും ഡയറക്റ്റ് മെയിൻസ് ആണ്, പ്രിലിംസ് ഇല്ല. സോ മെയിൻസിന്റെ സിലബസ് ആണ് വന്നിട്ടുള്ളത്. യാതൊരു പേടിയും പേടിക്കണ്ട. കഴിഞ്ഞ വർഷം LDCക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. കാരണം എന്താ, LDCയുടെ അതേ സിലബസ് 2024 LDCക്ക് എന്തായിരുന്നോ സിലബസ് അത് തന്നെ ഡിറ്റോ സെയിം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. മുമ്പ് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്ന പരീക്ഷയായിരുന്നു. ഇപ്പോ അതൊന്നുമില്ല. ഡയറക്ട്ലി 10th ലെവൽ നമ്മുടെ LDC 2024 മെയിൻസിന്റെ സിലബസ് അങ്ങനെ തന്നെയാണ്. ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5, എക്കണോമിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, ഭരണവും ഭരണ സംവിധാനവും 5, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6, അതുപോലെ ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 3, കലാ കായികം സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 5, സുപ്രധാന നിയമങ്ങൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. പിന്നെ കറണ്ട് അഫയേഴ്സ് എടുത്തു പറയേണ്ട ഭാഗമാണ്. 20 മാർക്ക് ഉണ്ട്. 20 മാർക്ക്. ഇംഗ്ലീഷ് 10, മാത്സ് 10, മലയാളം 10. അപ്പൊ 100 മാർക്ക് എന്ന് പറയുന്നത് മാത്രമല്ല, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ LDC 2024 എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. യാതൊരു മാറ്റങ്ങളും ഇല്ല. ഓക്കെ, അപ്പോ നിങ്ങൾ കഴിഞ്ഞ വർഷം LDCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ച സാധനങ്ങൾ നന്നായി റിവൈസ് ചെയ്ത്, ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ, റിവിഷനാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും പഠിച്ചു, എവിടെന്നെങ്കിലും പഠിച്ചു, ഇതല്ല. നമ്മൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാതെ എന്ത് തന്നെ എവിടെ നിന്ന് തന്നെ എത്ര തന്നെ പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. എങ്ങനെ റിവൈസ് ചെയ്യണം? ഡെയിലി റിവൈസ് ചെയ്യണം, വീക്ക്ലി റിവൈസ് ചെയ്യണം, മന്ത്ലി റിവൈസ് ചെയ്യണം, പരീക്ഷയ്ക്ക് മുമ്പ് വീണ്ടും റിവൈസ് ചെയ്യണം. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വീണ്ടും എടുത്തു പറയട്ടെ, നമ്മള് 100 കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം 100 പ്രാവശ്യം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചുവാരി പഠിക്കുകയല്ല ചെയ്യേണ്ടത്. പഠിക്കേണ്ട കാര്യങ്ങൾ സിലബസിൽ എന്താണോ പറയുന്നത് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി പഠിക്കുന്നതെല്ലാം വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് പരീക്ഷാ ഹാളിൽ ചെന്ന് നമുക്ക് ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് സംശയമില്ലാതെ ഓപ്ഷൻ കാണാതെ തന്നെ ചോദ്യം കണ്ടതും ഉത്തരം മനസ്സിലാക്കി നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. അഡ്ഹോക്ക് ലേണിംഗിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള ASM വിദ്യാർത്ഥികൾ പലരും ഇപ്പോൾ സർവീസിൽ കയറിയിട്ടുണ്ട്. ഈ വർഷത്തെ കോഴ്സ് നമ്മൾ അഡ്ഹോക്ക് ലേണിംഗ് നടത്തുന്നുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് സിലബസ് സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 1199 രൂപ മാത്രമാണ് അതിന്റെ കോഴ്സ് ഫീസ്. അപ് ടു എക്സാം നിങ്ങൾക്ക് കോഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. എന്തായാലും അഡ്ഹോക്ക് ലേണിംഗിൽ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഇന്നു മുതൽ കൃത്യമായ സ്ട്രാറ്റജിയിൽ റിവൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും റാങ്ക് ലിസ്റ്റിന്റെ ഉയർന്ന റാങ്കുകളിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.